ഹലോ മക്കളെ, സോ നിങ്ങൾ 9th CBSE എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ 9th CBSEയിലെയും ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. നിങ്ങൾ എന്താ പറയുക, ഒരു എക്സ്പെരിമെന്റൽ ബാച്ചാണ് ആക്ച്വലി. 8th CBSE എത്തുന്നു, അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നു. 9th CBSE എത്തുന്നു, 9th CBSE ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോകുന്നു. 9th ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ റിലീസ് ആയിട്ടില്ല, പക്ഷേ സിലബസ് റിലീസ് ആയിട്ടുണ്ട്. സിലബസ് നിങ്ങൾ ജസ്റ്റ് CBSEയുടെ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, മാത്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് രസകരമായിട്ടുള്ള സംഗതികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്ലസ് വണ്ണിൽ ഉണ്ടായിട്ടുള്ള പ്ലസ് വണ്ണിൽ ഇത്രയും കാലം പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ടായിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻസ്, അതേപോലെ ജിയോമെട്രിക് പ്രോഗ്രഷൻ GP എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് ഒക്കെ നേരെ 9th വന്നു. 9th വരുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സിലബസിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് 10th നിങ്ങൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. നിങ്ങളല്ല, നിങ്ങളെ സീനിയേഴ്സ് ആക്ച്വലി ഓൾഡ് NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അതൊക്കെ നേരെ 9th വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 9th അത്യാവശ്യം ടഫ് തന്നെയായിരിക്കും ഈ തവണ. മാത്സിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ മാത്സിൻ്റെ ടീച്ചർ ആയതുകൊണ്ട് മാത്സ് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് റിലീസ് ആവാൻ പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ സിലബസ് അത്യാവശ്യം നല്ല ടഫായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ഈ സിറ്റുവേഷനിൽ സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യെസ്, സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ചാണ്. 9th CBSEയിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഉണ്ടാവില്ല. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരികയാണ്. ഓൾറെഡി ഉള്ള കഴിഞ്ഞ പോലത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. ആൻഡ് ഗൈഡ്സിൻ്റെ ഒക്കെ എണ്ണം കുറവായിരിക്കും. പ്രോപ്പറായിട്ടുള്ള ഗൈഡും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഗൈഡ് ആ സമയത്ത് ഇറങ്ങിയാൽ തന്നെ മിക്കവാറും ഗൈഡ് അതിൻ്റെ ഓതൻറ്റിസിറ്റിയും അതിൻ്റെ എന്താ പറയുക ക്വാളിറ്റിയും ഒക്കെ ചിലപ്പോൾ കോംപ്രമൈസ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ വാങ്ങുന്നത് എവിടെ നിന്നാണോ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് തന്നെയായിരിക്കും എന്തുകൊണ്ടും സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഡെയിലി 1.5 hour ലൈവ് ക്ലാസ്സുകളാണ് നിഞ്ച ബാച്ചിൽ സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും അതേപോലെ തന്നെ MCQs നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ഇതുവഴി നിങ്ങൾക്ക് MCQs ഒക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ചാപ്റ്റർ ഏകദേശം ഒരു 4-5 അല്ലെങ്കിൽ 5-6 പീരീഡാണ് ഉണ്ടാവുക. അതിൻ്റെ ലെങ്ത് അനുസരിച്ച്, ചാപ്റ്റർ ലെങ്ത് അനുസരിച്ചിട്ട് ഒരു 5-6 പീരീഡൊക്കെയാണ് പൊതുവേ ഉണ്ടാവുക. ആ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. അത് അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഉള്ള പോലെ തന്നെ ടേം എക്സാമിനേഷൻ സൈലത്തിലുണ്ടാവും. ആൻഡ് ആനുവൽ എക്സാമിനേഷനും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സും അതേപോലെ മോഡൽ എക്സാമിനേഷനും സൈലത്തിലുണ്ടാവും. ഈ എക്സാംസിൻ്റെ ഒക്കെ കൂടെ തന്നെ അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ വീഡിയോസും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ്, ടീച്ചർ ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചാറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI ഗുരു വെച്ചിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സൈലത്തിൻ്റെ AI ഗുരു ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ സൈലത്തിൻ്റെ മോസ്റ്റ് സെലിബ്രേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇൻസ്റ്റാളേണും മൈൻഡ് മാപ്പും എല്ലാം തന്നെ നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് പേൾ എന്ന് പറയുന്നത്. നിങ്ങൾ ലൈവ് ക്ലാസ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിൽ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സൈലത്തിൽ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക പ്യൂർലി NCERT ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ ഏത് ഓർഡറിലാണോ ആ ഓർഡറിലാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സ്കൂൾ ടീച്ചർ ചിലപ്പം മാത്സിൽ 3rd ചാപ്റ്ററാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാലോ, നമ്മളിവിടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലൈവ് ആയിരിക്കും ആദ്യം തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതിനാണ് പേൾ വീഡിയോസ്. ലൈവ് ക്ലാസ്സുകളോടൊപ്പം തന്നെ പാരലായിട്ട് റെക്കോർഡഡ് വീഡിയോസും ഉണ്ടാവും. എല്ലാ ചാപ്റ്റേഴ്സിനെയും കംപ്ലീറ്റ് NCERT നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചർ 3ാമത്തെ ചാപ്റ്ററോ 8ാമത്തെ ചാപ്റ്ററോ ഏത് ചാപ്റ്റർ വേണമെങ്കിൽ തുടങ്ങിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൈലന്റ് ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, നിഞ്ച ബാച്ച് എടുക്കുന്നു, അതിൽ മാത്സ് ആണെങ്കിൽ മാത്സ് എടുക്കുക, എന്നിട്ട് ഏത് ചാപ്റ്ററാണോ ടീച്ചർ സ്കൂളിൽ എടുക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ഇരുന്ന് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്കാദമിക്കിൽ നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ആൻഡ് വൺ മോർ തിങ്, സൈലത്തിൽ നിഞ്ച ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് 3 പ്ലാൻസിലായിട്ടാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ബേസ് പ്ലാൻ ആണ്. ഈ ബേസ് പ്ലാനിന് ഒരു കൊല്ലത്തേക്ക് വരുന്ന ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് സയൻസ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ് തുടങ്ങിയ സബ്ജക്ട്സിന് ഒരു കൊല്ലത്തേക്ക് വരുന്ന ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 3,374 മാത്രമാണ്. 3,374 rupees മാത്രമാണ്. അപ്പോൾ ഈ ബേസ് പ്ലാനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ആവുമെന്ന് വെച്ചാൽ, പേൾ വീഡിയോസ് ബേസ് പ്ലാനിൽ അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഇൻസ്റ്റാളേണും മൈൻഡ് മാപ്പും ബേസ് പ്ലാനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ഇൻഫിനിറ്റി ബാച്ചാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, തൊട്ട് മുകളിലുള്ള ബാച്ചാണ് ഇൻഫിനിറ്റി ബാച്ച് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി ബാച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ പേളും ഇൻസ്റ്റാളേണും മൈൻഡ് മാപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഫിനിറ്റി ബാച്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം ഒരു 900 രൂപയുടെ അടുത്തുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 4,274 rupees ആണ് ഇൻഫിനിറ്റി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ആകെ പ്രൈസ് വരുന്നത്. ഇനി ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള നോട്ട്സും MCQസും എല്ലാം ഈ എല്ലാ ബാച്ചസിലും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. അല്ലാണ്ട് ഓരോ ടീച്ചേഴ്സ് മാറും ഒന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ 2 മെറ്റീരിയൽസിൻ്റെ കാര്യം, ഇൻസ്റ്റാളേണും മൈൻഡ് മാപ്പ്, അത് ബേസ് പ്ലാനിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ പേൾ വീഡിയോസും ബേസ് പ്ലാനിൽ ഉണ്ടാവില്ല. എന്നാൽ വെൻ ഇറ്റ് കംസ് ടു ഇൻഫിനിറ്റി ബാച്ച് ഈ 2 ഫീച്ചേഴ്സും ഇൻഫിനിറ്റി ബാച്ചിൽ ഉണ്ടാവും. ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള മറ്റൊരു ബാച്ചാണ് ഇൻഫിനിറ്റി പ്രോ ബാച്ച്. ഇൻഫിനിറ്റി പ്രോ ബാച്ചിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും
ഇൻക്ലൂഡിങ് പേൾ, ഇൻസ്റ്റാളിയൻ, മൈൻഡ് മാപ്പ്, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതിൻ്റെ ഒക്കെ കൂടെ എക്സ്ട്രാ ആയിട്ട് സൈലത്തിൻ്റെ എൻട്രൻസ് ഫൗണ്ടേഷൻ ബാച്ച് ആയിട്ടുള്ള ഫാൽക്കൺ ബാച്ച് കൂടെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രോ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇൻഫിനിറ്റി പ്രോ ബാച്ചിൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് ആകെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5174 റുപ്പീസ് മാത്രമാണ്. സോ എത്രയും പെട്ടെന്ന് മക്കൾ സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. 3 പ്ലാനിൽ ഏത് പ്ലാനാണ് വേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആ പ്ലാനിൽ കൃത്യമായിട്ട് സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ഈ കൊല്ലം ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങളിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫറും ഈ ഒരു ജോയിനിങ്ങിൽ ലഭിക്കുന്നതായിരിക്കും. സോ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.